ഉമ്മാനെ കൊണ്ട് നാളെ മുതൽ ബിരിയാണി ഒപ്പിക്കും. നാളെ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചത്തെ കണ്ണൂർക്കാരായാലും നമ്മളെ കേരളത്തിൽ എവിടെയായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ബിരിയാണി. ഇപ്പൊ നമ്മളെ മന്തിയും കൂടി അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ അരി വാങ്ങുമ്പോ ഇത് കിട്ടുമെന്ന് എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിച്ചോക്കാം, ചിലപ്പോ കിട്ടിയേക്കാം. അസ്സലാമലൈക്കും, എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി ബ്ലോഗാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു, നല്ല സപ്പോർട്ടാക്കിന്. അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് വീഡിയോ ഇടണമെന്നൊരു തോന്നൽ വന്നത്. ഇനി വീഡിയോ ഒന്നും വേണ്ട വെച്ചിങ്ങനെ വിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ആ വീഡിയോ നിങ്ങൾ കണ്ട് കുറച്ച് സപ്പോർട്ടാക്കിയപ്പോൾ ഇനിയും വീഡിയോ ഇടണം, അതിൽ കമൻറ്റ് എടുത്താക്കൂ, ഇനിയും വീഡിയോ ഇടണം. അപ്പോൾ വിചാരിച്ച് വീഡിയോസ് ഇടാമെന്ന്. കാരണം നമ്മളെ കാണാൻ കുറേ ആൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും നമ്മളെ ചിരിയും കളിയും സംസാരവും നമ്മളെ ആഘോഷങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമല്ലേ. കാരണം നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അതെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോസ് ഇടാന്ന്. അപ്പോൾ നമ്മളൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു റൈസിൻ്റെ ഒജീൻ റൈസിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് പോയതാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഉമ്മ ഒന്നിച്ചൊരു ഷൂട്ടൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും എടുത്ത് ഇടുന്നുള്ളൂ, അതല്ലാണ്ട് അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തിട്ട് എനിക്കറിയില്ല. നെജീച്ച പണ്ട് നല്ല ആൽബമൊക്കെ പിടിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നെജീച്ച എന്നെ കൊണ്ടൊന്നും അങ്ങനെ ആൽബമൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. നല്ല വീഡിയോ കാസർഗോഡ് നല്ല അറിയപ്പെടുന്നൊരു വീഡിയോഗ്രാഫറൊക്കെ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഒരു വീഡിയോ എടുക്കില്ല, ഒന്നിച്ച് കുറേ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര പ്രകൃതിയായിട്ട് ഷൂട്ടിങ് നടക്കുക. നമ്മൾ സിറ്റികളുടെ കരീംച്ചാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഷൂട്ടിങ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അവരുടെ മക്കളായാലും അവിടെ മക്കളായാലും അവിടെ ഉള്ളവരൊക്കെ ആയാലും നല്ല ഓപ്പൺ കിച്ചൺ, നടുവിൽ ഇതുള്ള കിച്ചൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് ഉള്ളതുകൊണ്ട് അവർ തന്നെ ബ്രാൻഡ് തന്നെയാണ്. ഈ ഒജി എന്ന് പറയുന്നത് അവർ തന്നെ റൈസാണ്. കരീംച്ചാൻ്റെ പെങ്ങളെ മോനും കരീംച്ചൊക്കെ ഉള്ള അവർ തന്നെ സ്വന്തം റൈസാണ്. അതിൻ്റെതായ ഗെറ്റപ്പിൽ ചെയ്യണം. അപ്പം നമ്മൾ അതിൻ്റെതായ അവർ തന്നെ ഒജീൻ്റെ ഇതുണ്ട്. പിന്നെ അരി വാങ്ങുമ്പോൾ ഇത് കിട്ടുമെന്ന് എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിച്ചോക്കാം, ചിലപ്പോൾ കിട്ടിയേക്കാം. നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടാണ് നമ്മൾ കുക്കിങ് പോലെ നോക്കിയാ വല്ല വലിപ്പാക്കാലോ. പനീടുന്നോ പിന്നെ ഓപ്പൺ ആക്കുന്നില്ലേ? അപ്പൊ ഓപ്പൺ ആക്കുന്ന സമയത്ത് രണ്ടാളും ഒന്നിച്ച് മണക്കുക. ഇത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങള് ഇതിലേക്ക് action. That's my name. അയ്യോ ഇതിപ്പോ അങ്ങനെ കേളായിട്ട് ഫുള്ള് സിറം ഇട്ടതാണ്. സിറം ഇട്ടില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവരെ 3 തരം റൈസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. കാരണം നമുക്ക് ബിരിയാണി വിട്ടൊരു കളിയില്ല. നമ്മളെ കണ്ണൂർക്കാരായാലും നമ്മളെ കേരളത്തിൽ എവിടെയായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ബിരിയാണി. ഇപ്പൊ നമ്മളെ മന്തിയും കൂടി അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ 3 തരം റൈസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. കാസർഗോഡ്, കണ്ണൂർ, നമുക്ക് ലോകം മൊത്തം എത്തണം നമ്മളെ ഈ റൈസ്. ഒജി റൈസ് എല്ലാരും അവിടെ തക്കുവിന്റെ ഈ ഒജി വാങ്ങുമ്പോ എന്നെ ഓർമ്മ വരണം കേട്ടാ. പിന്നെ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഗോൾഡൻ സെല്ല. കാരണം വെച്ചാൽ നമ്മള് മന്തിയുടെ ആൾക്കാരാണ്. കുറെ കാര്യം മന്തി ഇറങ്ങി വെച്ചാൽ മന്തി അത് മന്തി ഉണ്ട്. പിന്നെ ജീരകശാല നല്ല നമ്മളെ നെയ്ച്ചോറിന്റെ ബിരിയാണി നെയ്ച്ചോറിന്റെ റൈസ് ഉണ്ട്. മാത്രം ഇതിനെ കൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. നമ്മളെ നോമ്പിനുള്ള നല്ല കഞ്ഞി വെക്കാൻ നമ്മളെ പള്ളിക്കഞ്ഞി എന്നല്ല പറയുന്നില്ലേ, ആ പള്ളിക്കഞ്ഞി എങ്ങനെ വെക്കുന്ന എല്ലാവരും ചോദിക്കുന്നത്. നമ്മുടെ നെയ്ച്ചോറിന്റെ അതിന്റെ കഞ്ഞിയാണ് ഞാൻ വെക്കല്. അപ്പൊ അതിനും നല്ലൊരു യൂസ് ആണ്. പിന്നെ വൈറ്റ് വീഡിയോയിലേക്ക് മാറ്റുന്ന അടിപൊളി രംഗങ്ങളായ ചിരിച്ചിങ്ങ ചാവും. പിന്നെ ആ ബ്ലോഗാണ് നിങ്ങൾക്ക് എടുത്തത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണല്ലേ. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് അരിയും കൂടി പറഞ്ഞത് ഓൺലൈനായിട്ട് കിട്ടും. ഇപ്പൊ എന്റെ ഇൻസ്റ്റാ പേജിൽ കൂടി നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ താങ്കൾ കല്യാണ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം അവര് ബൾക്കായിട്ട് തന്നെ നമുക്ക് എത്തിച്ചു തരും. ഇനി നിങ്ങൾക്ക് ഷോപ്പാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. കാരണം നല്ലത് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം. നല്ല റൈസ് ആണ്. കാരണം ഓൾറെഡി ഇവർ എനിക്ക് വീട്ടിൽ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു നമ്മൾ ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ലതാണോ മോശം നമുക്ക് അറിയാണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് ഉമ്മിയും പറഞ്ഞു നല്ല അരി നമുക്ക് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ എന്താക്കുക, ഈ കാസർഗോഡ് കണ്ണൂർ ഇപ്പം ഏകദേശം എല്ലാവർക്കും എല്ലാ ഷോപ്പിലും എല്ലാ കല്യാണ പരിപാടികളും സംഭവം എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രം ഒതുങ്ങിയാൽ പോലല്ല, അതിന്റെ അപ്പുറത്തേക്ക് എത്തണ്ടേ. എന്നാലല്ലേ നമ്മളിത് എല്ലായിടത്തേക്ക് എത്തണം. എനിക്ക് ഗൾഫിൽ പോകുന്നവരായാലും നിങ്ങൾ പോകുമ്പോൾ ഒരു 4-5 കിലോയിലെല്ലാം കൊണ്ടുപോയിക്കോ. നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. ഇനി നിങ്ങൾ കോഴിക്കോടാന്ന് എറണാകുളം ബേജാറാക്കണ്ട, നമ്പർ താഴെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും. ഇനി അങ്ങനെ മെല്ലെ 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 അവിടത്തേക്കെല്ലാം എത്തും. അപ്പൊ നമ്മുടെ ബസ്മതി റൈസും ആയാലും ജീരകശാല റൈസ് ആയാലും നിങ്ങൾ എന്തായാലും വാങ്ങുക. കാരണം വാങ്ങിയാലും നമുക്ക് അത് നമ്മളിങ്ങനെ പറയുന്നത് പോലെ നിങ്ങൾ വാങ്ങിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. അപ്പൊ അതെനിക്ക് സത്യത്തിന്റെ ഷൂട്ട് നടക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ഷൂട്ടിങ്ങെല്ലാം വിളിക്കാൻ തരുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പൊ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ബാക്കി ഷൂട്ടിങ്ങും ബിരിയാണി വെച്ചിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യുക. അപ്പൊ ഉമ്മാനായിട്ടുള്ള കുറേ കാര്യങ്ങളിലുണ്ട്. അപ്പൊ അതിൽ ഞാൻ പയ്യ വോയിസ് കൊടുത്തോളും. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും മറക്കാതെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക നമ്മളെ ഒജിയൻ റൈസ്. ഓക്കെ, ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സംഭവമല്ല ഭയങ്കര കഷ്ടമുള്ള പരിപാടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒന്ന് പറയുമ്പോൾ ഒന്ന് കിട്ടൂല, ഒന്ന് പറയുമ്പോൾ ഒന്ന് കിട്ടൂല. എത്ര പ്രാവശ്യമാണ് റീടേക്ക് എടുക്കേണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംഭവിച്ച ക്യാമറമാൻ സബൂറിൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ടേക്ക് എടുത്തെങ്കിലും അവസാനം ഒപ്പിച്ചു. ഏതൊരു ആഘോഷത്തിലും നമുക്ക് ബിരിയാണി വിട്ട് ഒരു കളിയിലല്ലേ. ബിരിയാണി കിട്ടുമ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പി ആണല്ലേ. അപ്പൊ ഇനിയുള്ള നമ്മുടെ ആഘോഷത്തിന് നമ്മൾ ഒന്നിച്ചുള്ളത് ഒജി റൈസ്. ഓരോ തമ്മിൽ ഒജി റൈസ്. ഉമ്മന്റെ ബിരിയാണി ഡ്യൂപ്ലിക്കേറ്റ് കുറച്ച് അരിയാൻ പോകുമ്പോ കൊണ്ടുപോകും ഗൈസ്. ഉമ്മാനെ കൊണ്ട് നാളെ മുതൽ ബിരിയാണി ഒപ്പിക്കും. നാളെ വെള്ളിയാഴ്ച ചെയ്യുന്ന ആ വെള്ളിയാഴ്ചത്തെ ബിരിയാണി ഞാൻ ഉമ്മാനെ കൊണ്ട് വെപ്പിക്കുന്നതാണ്. ആ വീഡിയോ ഇങ്ങൊക്കെ ഞാൻ അയച്ചു തരും. നമുക്കൊരു ക്യാമറ വേറെ കിട്ടിയിട്ടുണ്ടോ പോകുമ്പോ കൊണ്ടോന്നുള്ള സംശയം. അത് നീ ആവശ്യം അടിന്ന് നോക്കിട്ട് മണക്കുന്നുണ്ട്. നല്ല മണം. നല്ല മണം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ഓക്കെ. അത് മതി. അല്ല ജീവിതത്തിന് ഷോർട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഇനിയില്ല. അവിടുത്തെ പേരക്കുട്ടി നമ്മളെ സെയിം ബാച്ചിക്കുട്ടിൻ്റെ ലുക്ക് തന്നെ കേട്ടോ. ആ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ലൊരു മൂഡ്. അപ്പോൾ ഉമ്മ എപ്പോഴും അവരെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. വാച്ചോട്ടി എന്ന് വിളിച്ചിട്ട് വരുവോളം അവളെ പേക്ക് തന്നെ ഉണ്ടായിരുന്നു. വാച്ചോട്ടി എന്ന് വിളിച്ചിട്ട്. അങ്ങനെ നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗസ്റ്റ് വരുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഒന്നുകൂടി ചെയ്യാം. എന്തറിയോ സ്റ്റെപ്പ് എടുത്തു എന്നിട്ട് മൊബൈൽ പണ്ട് മനസ്സിലാവും. ആക്ഷൻ. കരീംച്ചൻ്റെ വീട്ടിലെ ഉള്ളിലെ ഭാഗം കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തില്ല, ജസ്റ്റ് കണ്ടപ്പം കുറച്ചിങ്ങനെ ഷൂട്ട് ചെയ്തത്. കാരണം വീട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. ഞാനിപ്പോൾ എവിടെ പോയാലും നല്ല വീടെല്ലാം കണ്ട് നമ്മൾ നോക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള വീട് അൽഹംദുലില്ലാ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭാവിയിൽ എപ്പോഴെങ്കിലും വീടൊക്കെ ഒരു പ്ലാനിങ് എടുക്കുന്നെങ്കിൽ നമുക്ക് വീട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാമല്ലോ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാമല്ലോ. ഞാൻ വീട് എപ്പോഴും എടുക്കട്ടെ. എവിടെ പോയാലും നല്ല രസമുണ്ട്. വലിയ വീടാട്ടോ, വലിയ വീടാണ്. ഞാൻ ഫുള്ളൊന്നും കണ്ടില്ല, ജസ്റ്റ് ഹോളും കുറച്ച് കാര്യങ്ങളെ കണ്ടുള്ളൂ. ഇത് പുറത്തുള്ള ഒരു വ്യൂ ആണ്. വ്യൂ ഒക്കെ രാവിലെ വന്നാൽ നല്ലതിൽ കാണുമായിരിക്കും.
രാത്രി മോശമൊന്നുമില്ല, എന്നാലും അധികം വീഡിയോസ് നടത്തില്ല. പിന്നെ എനിക്ക് ചമ്മലായി, നമ്മളിങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ അവർ വിചാരിക്കും ഇതെന്തപ്പം ഇങ്ങനെയെന്ന്. അവിടെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ അവർ നല്ല ആൾക്കാരാട്ടോ, നല്ലൊരു ജാടയോ ഒന്നും ഇല്ലാത്ത നല്ല നമ്മളോട് നല്ല ഇതിൽ സംസാരിക്കുന്ന നല്ലൊരു ഫ്രണ്ട്ലി, നമ്മളൊരു അനിയത്തിനെ പോലെയോ ഒരു ദീദീനെ പോലെ അങ്ങനെയൊക്കെ കണ്ട് സംസാരിക്കുന്നത്. ഇത് അവരുടെ മുകളിലത്തെ ഒരു സീലിംഗ് ആണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു കടൽ ഫീലിംഗ്, അതൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് നല്ല രസമുണ്ട് അതിനകത്ത്. പിന്നെ അവർ ഒരുപാട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും ഫുഡും ഉണ്ടായിന്. അതിനിടയ്ക്ക് നമ്മളെ ബിരിയാണി ഉണ്ട്. ബിരിയാണി എനിക്ക് തോന്നുന്നു കരീംച്ചാൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. സൂപ്പർ ബിരിയാണിയാണ്. സൂപ്പർ ബിരിയാണി വെച്ചാൽ സൂപ്പർ ബിരിയാണി. എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ആ റൈസിൻ്റെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ഇങ്ങനെ അത് ഉമ്മാട് വരുമ്പം പറയുകയും ചെയ്തു, ഉമ്മ ബിരിയാണി നല്ല ഉണ്ടായിനല്ലോ. കാരണം അധികം മസാല ഒന്നും മിക്സ് ആവാത്തൊരു ചോറില്ലേ, എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. നമ്മൾ നവാസ്ക ഉണ്ടായിരുന്നു കേട്ടോ. നവാസാണ് നമ്മളെ ഗസ്റ്റ് ഉണ്ടായത്, ഉമ്മാൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ആളാണ്. നവാസ്കാനെ ഞങ്ങൾക്ക് അറിയാമല്ലോ, പട്ടുറുമാല നവാസ് തന്നെയാണ് തോന്നുന്നു പേര്, എന്തെങ്കിലും മാറിപ്പോയി നിങ്ങൾ ക്ഷമിച്ചാളി. അപ്പം നമ്മളെ ഫുഡ് ലാസ്റ്റ് ഫൈനൽ ഇതാണ് കേട്ടോ ഇത്. ബിരിയാണിൻ്റെ രുചി വേറെ കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മൾ ബിരിയാണിൻ്റെ രുചി വേറെ അല്ല ഒന്നുകൂടെ ഇവിടെ ബിരിയാണിൻ്റെ രുചി വേറെ കേട്ടോ. അടിപൊളി. ഇത് സംസാരിച്ചൂടാ, രണ്ടാളും നോക്കി നിൽക്കണം കേട്ടോ. ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി നോക്കി നിൽക്കണം. റെഡി? നവാസ് കഴിക്ക്. എന്നിട്ട് രുചി ഇങ്ങനെ ഫേസിൽ കൊണ്ടുപോകാം, ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഫേസിൽ കണ്ടോ. ഡയലോഗ് പറഞ്ഞോ. കഴിക്ക് കഴിക്ക് പറയും. ആ പറയും.